അത് നമ്മൾ പറഞ്ഞു വന്നത് ശൈഖ് അവറുകളുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ചായി. ഒരിക്കല് അബുൽ ഫതഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹം ഒരിക്കല് തൻ്റെ പിതാമഹനും മന്ത്രിയുമായ അബുൽ മുളഫറിനോട് ഞാൻ എൻ്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നവരെ സന്ദർശിക്കുവാൻ വേണ്ടി അനുവാദം ചോദിച്ചു. അദ്ദേഹം അനുവാദം കൊടുക്കുകയും കുറച്ച് നാണയങ്ങൾ, കുറച്ച് ഗിഫ്റ്റ് ആയിക്കൊണ്ട് കുറച്ച് നാണയങ്ങൾ കൊടുത്തുകൊണ്ട്, സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തുകൊണ്ട് എൻ്റെ സലാം പറയുകയും ഇത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നവരുടെ ഹദറത്തിൽ എത്തിക്കുകയും വേണം എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അബുൽ ഫതഹ് എന്നവർ പറയുകയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നവരുടെ സദസ്സിലേക്ക് പോയി. സദസ്സിലേക്ക് പോയപ്പോൾ അവിടെ ക്ലാസ് നടക്കുകയും ക്ലാസ് കഴിയാൻ വേണ്ടി ഞാൻ കാത്തു നിന്നു. ക്ലാസ് കഴിഞ്ഞ് ഷെയ്ഖാറുകൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അടുത്തു പോയി സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും സലാം പറയുകയും എൻ്റെ പിതാമഹനായ മുളഫറിന്റെ സലാം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് ഭയം കാരണത്താൽ ആ സന്ദർഭത്തിൽ പിതാമഹൻ തന്ന ആ സ്വർണ്ണ നാണയങ്ങൾ കൈമാറാൻ പറ്റിയില്ല. അപ്പോൾ കൈമാറണ്ട, ജനങ്ങളിടയിൽ വെച്ച് കൈമാറണ്ട, പിന്നീട് ഒറ്റയ്ക്ക് കാണുമ്പോൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് കൈമാറാം എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഞാനത് മനസ്സിലാക്കി പിന്മാറിയെങ്കിലും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു എന്നെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, നിന്റെ അടുക്കലുള്ള സ്വർണ്ണ നാണയം നീ നിന്റെ കയ്യിൽ തന്നെ പിടിച്ചേക്ക്. ജനങ്ങൾ കാണുമെന്ന വ്യാകുലതയൊന്നും നിനക്ക് വേണ്ട. നിന്റെ പിതാമഹനും മന്ത്രിയുമായ അബുൽ മുളഫറിനോട് പറയണം, എൻ്റെ സലാം ആദ്യം പറയണം, അതിനുശേഷം പറഞ്ഞേക്കുക ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന് നിന്റെ സ്വർണ്ണ നാണയത്തിന്റെ ആവശ്യമില്ല, അത് അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുത്തേക്കുക എന്ന് അദ്ദേഹത്തിന് പറഞ്ഞേക്ക് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു. ഞാൻ ആകാശപ്പെട്ടു പോയി എന്നാണ് മഹാനവറുകൾ പറയുന്നത്. കാരണം ഞാനിത് മിണ്ടാതെ മനസ്സിൽ വെച്ച കാര്യമായിരുന്നു, പിന്നീട് കാണാൻ മാത്രമല്ല അദ്ദേഹം പറയണ അതിൽ കൂട്ടിച്ചേർത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഈ വിഷയത്തിന് വേണ്ടി ഇനി മറ്റൊരിക്കൽ എന്നെ കാണാം എന്ന് സന്ദേഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടോ? അപ്പോ ദുനിയാവിന്റെ അഹലുകാര് അവര് ഹക്കല്ലാത്ത മുതലുകൾ മഹാനവറുകളെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുവന്നാലും സ്വീകരിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ അബുൽ മുളഫറിനെ സംബന്ധിച്ച് മറ്റൊരു റിവായത്ത് കൂടി. അബുൽ മുളഫർ ഒരിക്കൽ എന്ത് ചെയ്തു? കാരണം മന്ത്രിമാർക്കും രാജാക്കന്മാർക്കും അവർക്കെതിരെ അവർ മോശമായ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പ്രതികരിക്കുമെങ്കിലും പേടിയാണ്. കാരണം അവർ അള്ളാഹിന്റെ വലിയാണ് എന്ന് അവർക്കെല്ലാം അറിയാം. ഒരിക്കൽ ഇതേപോലെ ഷെയ്ഖുനാനെ സൂപ്പിടാൻ വേണ്ടിയിട്ട് അബുൽ മുളഫർ ഷെയ്ഖുനാന്റെ സദസ്സിലേക്ക് പോയി അഭിവാദ്യം ചെയ്തു, സലാം പറഞ്ഞു. അതിനുശേഷം ഷെയ്ഖുനാനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി അങ്ങ് ഉപദേശം നൽകണമെന്ന് പറയുകയും ചെയ്തു. അബുൽ മുളഫറിന്റെ കൂടെ അദ്ദേഹം 10 തൊഴിലാളികൾ കൊണ്ടുപോയി. ഈ 10 തൊഴിലാളികളും 10 വലിയ ചാക്ക് സമ്മാനങ്ങള്, സ്വർണങ്ങൾ നിറച്ച ചാക്കുമായിട്ടാണ് വന്നിട്ടുണ്ട് ഷെയ്ഖുനാക്ക് ഹദിയ കൊടുക്കണം. ഉപദേശം കഴിഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, ഈ സമ്മാനം സ്വീകരിക്കണമെന്ന് പറഞ്ഞ തൊഴിലാളികളിൽ നിന്നും ഈ ചാക്ക് സമ്മാനങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, നിന്റെ സമ്മാനം എനിക്ക് ആവശ്യമില്ല, ഇതിന്റെ ആവശ്യമില്ല, സ്വീകരിക്കുന്നതിനോട് തിരസ്കരിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല, നിർബന്ധമായി അങ്ങ് എൻ്റെ സമ്മാനം സ്വീകരിക്കണം. കാരണം ഞാൻ ഇത്രയധികം തൊഴിലാളികളെ കൊണ്ട് അങ്ങ് ദൂരെ നിന്ന് ഇത്ര പേറി വന്നതാണ്, അങ്ങക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ്, ദയവ് ചെയ്ത് അങ്ങ് സ്വീകരിക്കണം എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനോട് മുളഫർ പറഞ്ഞ സന്ദർഭത്തിൽ ഷെയ്ഖുന തങ്ങൾ എന്തു ചെയ്തു? മുളഫറിന്റെ അടുക്കലുള്ള ആ സഞ്ചിയിൽ നിന്നും വലത്തിനും ഇടത്തിനും 2 കവറുകൾ അങ്ങ് എടുത്തു. അതിൽ ഏറ്റവും വിലമതിക്കാത്തതായ സമ്പത്തുകളും സമ്മാനങ്ങളുമായിരുന്നു. ഷെയ്ഖ് അവറുകൾ അത് എടുത്തുകൊണ്ട് അങ്ങ് പീഞ്ഞ സന്ദർഭത്തിൽ
കവർ പൊട്ടിക്കൊണ്ട് രക്തപ്പുഴ അവിടെ ഒഴുകി, 4 ഭാഗത്തേക്കും രക്തം ഒഴുകിയതാണ്. എന്നിട്ട് പറഞ്ഞു, ഹേ മുദഫർ, ജനങ്ങളുടെ അടുക്കൽ നിന്നും അനധികൃതമായിക്കൊണ്ട് അവരെ ഊറ്റിയെടുത്ത രക്തപങ്കിലമായിട്ടുള്ള സമ്മാനമാണോ നീ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്? നിനക്ക് ലജ്ജയില്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ നാളെ വിചാരണ നേരിടുമെന്ന ചിന്ത നിനക്കില്ലേ? അവിചാരിതമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ അബുൽ മുദഫർ ബോധരഹിതനായി മുഹാലിസപ്പെട്ടു കൂടുന്ന സദസ്സ്. ശൈഖ് അവറുകൾ അവരോട് പറഞ്ഞു, അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഈ മുദഫറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് കുടുംബ ബന്ധമില്ലായിരുന്നുവെങ്കിൽ ഈ രക്തം ഞാൻ അവരുടെ കൊട്ടാരം വരെ ഒഴുക്കുമായിരുന്നു എന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു. ഒരാളെയും പേടിക്കാത്ത, ഒരു രാഷ്ട്രീയക്കാരെയും പേടിക്കാത്ത, ഒരാളോടും അനീതിക്കും അക്രമത്തിനും വഴിപ്പെടാത്ത, വിധേയത്വം കാണിക്കാത്ത വ്യക്തിത്വമായിരുന്നു ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. മഹാനായ ഇബ്നു നജ്ജാർ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, സമൂഹവുമായുള്ള ഇടപാടുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താ പറയണേ? ഹിജ്റ 526 എന്നാണ് എൻ്റെ ഓർമ്മ. ഹിജ്റ 526 ഇബ്നു നജ്ജാർ രേഖപ്പെടുത്താണ്, ബാഗ്ദാദിൽ ഒരു പ്രവർത്തനമാണ്, പൊതുപ്രവർത്തനം. അതായത് ബാഗ്ദാദിലെ കോട്ടയുടെ ഗുംബദുകൾ, അതിർത്തിയിലുള്ള കോട്ടകൾ ഗുംബദുകൾ പുതുക്കി പണിയുന്ന ഒരു സംരംഭം ഇവിടെ ഉണ്ടായി. പ്രത്യേകമായിട്ട് ആ കാലയളവിൽ അവിടെ ഉണ്ടായിരുന്ന, അന്ന് ബാഗ്ദാദിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാര്, അതുപോലെ തന്നെ പ്രാസംഗികന്മാര്, പൊതുപ്രവർത്തകന്മാർ എല്ലാവരും അതിൽ ഇടപെട്ടിരുന്നു, പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പ്രവർത്തനം സംബന്ധിച്ച് മഹാനവറുകൾ എഴുതിയിരിക്കുകയാണ്, ഈ സന്ദർഭത്തിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല തന്റെ ഒട്ടകപ്പുറത്ത്, തന്റെ കുതിരപ്പുറത്ത് തന്റെ കൂടെയുള്ള ഒരാളുമായിട്ട് വന്നു. എന്നിട്ട് കുതിരപ്പുറത്ത് ഇറങ്ങിയതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് എങ്ങനെയാണ് പങ്കെടുത്തതെന്ന് പറയുന്നത്? അവിടെ ഉണ്ടായിരുന്ന ചുമടേറ്റിക്കൊണ്ടുപോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് അദ്ദേഹം തന്റെ ശിരസിൽ ഇഷ്ടികകളുമായിട്ടാണ് ആ കോട്ട പുതുക്കി പണിയുന്നതിൽ പങ്കെടുത്തത്. ആലോചിച്ച് നോക്കി, ഷെയ്ഖാണ്, ഉന്നതമായ മർത്തബയിലുള്ളതാണ്, മഹാനവറുകളാണ്, ഔലിയാക്കളൊക്കെ അവരുടെ പിരടി താഴ്ത്തി കൊടുത്ത ഖുതുബുൽ അഖ്താബാണ്. ഈ ഖുതുബുൽ അഖ്താബിനെ തന്നെയാണ് ഗൗസി എന്ന് പറയുന്നത്. ഖുതുബുൽ അഖ്താബ് തന്നെയാണ് ഗൗസി എന്ന് പറയുന്നത്. ഗൗസികളിൽ മഹത്തായ ഗൗസാണ് ആര്? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ചില ആളുകൾ പറയും ഖുതുബുൽ അഖ്താബ് ഒക്കെ ശരിക്ക് എന്താ വരുള്ളൂ, ഖുതുബീങ്ങളൊക്കെ സയ്യിദന്മാരെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. പക്ഷെ മഹാന്മാരായ പണ്ഡിതന്മാർ, ആരിഫ്യങ്ങളൊക്കെ ഏകോപിച്ച് പറയുന്നത് ഖുതുബീങ്ങളിൽ നിന്ന് സയ്യിദന്മാരല്ലാത്തവനും ഖുതുബീങ്ങളാവാം. പക്ഷെ ഗൗസിയത്തിന് ഏറ്റവും ഉന്നതമായ മർത്തബുണ്ട്. ഫർദാനിയത്തിന്റെയും ഗൗസിയത്തിന്റെ ഒക്കെ മർത്തബിൽ നിൽക്കുന്ന, അധ്യാത്മിക ലോകത്തിന്റെ ഒക്കെ അമരത്ത് നിൽക്കുന്ന ആള് ആരായിരിക്കും? സയ്യിദുന അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന സയ്യിദായിരിക്കും എന്ന് എല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്. എന്തായാലും ശൈഖ് റളിയല്ലാഹു തആല അൻഹു പൊതുപ്രവർത്തനത്തിലും സജീവമായിരുന്നു എന്ന് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കല് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അടുക്കൽ 13 ക്രിസ്ത്യാനികൾ വന്നുകൊണ്ട് മുസ്ലിമായി, അവരുടെ കൈക്ക് മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ച് ബൈഅത്ത് ചെയ്തു. ശേഷം അവര് കുറെ അങ്ങ് ദൂരെ നിന്ന് ബഗ്ദാദിലെത്തിയതാണ്. അപ്പൊ അവര് എന്തുകൊണ്ട് തങ്ങൾ മുസ്ലിം ആവാൻ വേണ്ടി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ സമീപിച്ചു എന്നതിനെ സമിതി വിശദീകരിച്ചു. അവരിങ്ങനെ മുസ്ലിം ആവാൻ ആഗ്രഹിച്ച സന്ദർഭത്തിൽ അവർ പറയാൻ, ഞങ്ങൾ അറബികളായ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാവാൻ ആഗ്രഹിച്ച സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായി. ഏതായാലും ഞങ്ങൾ മുസ്ലിമീങ്ങളാവാം, ആരുടെ കൈക്ക് ബൈഅത്ത് ചെയ്യും, ആരുടെ കൈക്ക് ഇസ്ലാം സ്വീകരിക്കും, ചെയ്യുന്നത് ഏതായാലും ആ നാട്ടിലുള്ള ഏറ്റവും ഉത്തമനായ വ്യക്തിത്വമായി ആയിരിക്കണം നമ്മളുടെ ഇസ്ലാം സ്വീകരണം എന്ന് അവർ ആഗ്രഹിച്ചു. ആശയക്കുഴപ്പത്തിൽ ആരെടുത്ത് പോകും?
ആ സന്ദർഭത്തിൽ അവർക്ക് ഒരു അശരീരി ഉണ്ടായി. ഓ തൗബ ചെയ്തുകൊണ്ട് സന്മാർഗം കൊതിക്കുന്ന സംഘമേ, നിങ്ങൾ ബാഗ്ദാദിലേക്ക് പോവുക. അവിടെ പോയി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നവരുടെ കൈക്ക് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക. ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തു നിന്നും കിട്ടാത്ത, ഒരു വ്യക്തിയിൽ നിന്നും കിട്ടാത്ത, ഒരു പണ്ഡിതനിൽ നിന്നും കിട്ടാത്തതായിട്ടുള്ള ഈമാനിന്റെ പ്രകാശം നിങ്ങളുടെ കൽബിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നവരുടെ ബർക്കത്ത് കൊണ്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക എന്ന അശരീരി കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ഈ ക്രിസ്ത്യാനികളിൽ മുസ്ലിമീങ്ങളായ ഈ മഹാന്മാർ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗം നാനാ ഭാഗത്തു നിന്നും എന്തുണ്ട്? അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രഖ്യാപനങ്ങൾ, മാർഗദർശനങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നിവരിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ, അല്ലെ? അങ്ങ് ദൂരെ നാളുകളിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണ കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുന്നു, ഇസ്ലാം പോലും സ്വീകരിക്കാൻ. അങ്ങനെ ഇരിക്കെ നമുക്ക് വലിയ ഭാഗ്യമല്ല കിട്ടിയത്. അതാ പറയുന്നത്, ഇത് അള്ളാഹുവിന്റെ ഫളലാണ് നമ്മുടെ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ മുരീദന്മാരായി മാറുന്നത്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി സിൽസിലയുമായി. കാരണം അള്ളാഹുവിന്റെ ഭാഗത്തിൽ ഇച്ഛ ഉണ്ടായിട്ടാണ്. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിച്ചവരെ അവന്റെ റഹ്മത്ത് കൊണ്ട് പ്രത്യേകമാണ്. കൽബില് ദുനിയാവിന് ഒരിക്കലും കൽബിൽ ഇടം കൊടുക്കരുത് എന്നാണ് ഷെയ്ഖുന നമ്മളെ ഉദ്ബോധിപ്പിച്ചത്. ഒരിക്കലും ഷെയ്ഖ് റളിയല്ലാഹു തആല ദുനിയാവിന്റെ ആളുകൾ ഒരിക്കലും ബഹുമാനിക്കുമായിരുന്നു. ഷെയ്ഖുടെ സദസ്സുകളിൽ ദുനിയാവിന്റെ ആളുകൾ ഉണ്ടാവും, രാജാക്കന്മാർ വരും, മന്ത്രിമാർ വരും, പലരും വരും. ഒരു ഷെയ്ഖ് അവരുടെ സദസ്സിൽ അവരൊക്കെ ബാക്കിലായിരിക്കും സ്ഥാനം. അവരുടെ ഫ്രണ്ടിൽ, ഷെയ്ഖ് അവരുടെ ഫ്രണ്ടിൽ ഉണ്ടാവലാരാണ്? ദരിദ്രരായ ആളുകളാണ്, പാവങ്ങളായ ആളുകളാണ്. ദരിദ്രരോട് വലിയ സ്നേഹവും ഇണക്കവും ഉണ്ടായിരുന്നവരാണ് ഷെയ്ഖ് അവർ. മാത്രമല്ല ദരിദ്രരെ വിശക്കുന്ന ആളുകൾ ഭക്ഷിപ്പിക്കുന്നത് വല്ലാത്തൊരു ഒരു പുണ്യമായിട്ടാണ് ഷെയ്ഖ് അവർ കണ്ടത്. ഷെയ്ഖ് അവർ റളിയല്ലാഹു തആല വിവരിച്ച് പറഞ്ഞതായിട്ട് ഈ നേരത്തെ പറഞ്ഞ ഇബ്നു നജ്ജാർ എന്നവർ തന്നെ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല പറയുകയുണ്ടായി, ഞാൻ അള്ളാഹുവിന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് നന്നായി പരിശോധിച്ചു, ഇതിലേതാണ് ഏറ്റവും ഉത്തമമായ സൽക്കർമ്മം. അങ്ങനെ പരിശോധിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായ സൽക്കർമ്മം, ഏറ്റവും കൂടുതൽ ഇസ്ലാമിനും ഈമാനിനും ഒക്കെ ശേഷം, മാനിക്കത്തിനൊക്കെ ശേഷം ഏറ്റവും ഉന്നതമായി കാണാൻ സാധിച്ചത് ഭക്ഷിപ്പിക്കലാണ്. ഭക്ഷണം ദാനം ചെയ്യുക, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കൽ ഉന്നതമായ സൽക്കർമ്മമായിട്ട് ഞാൻ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഷെയ്ഖുന അബ്ദുൽ ഖാദിർ ജീലാനി എന്നവരുമായിട്ട് ബന്ധപ്പെട്ട സിൽസിലയുടെ അഖിലുകാർ ഭക്ഷണം നല്ലോണം നൽകും. എന്ത് പരിപാടിയായാലും ബിരിയാണി അയച്ചു, അല്ലെ? നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ, പണക്കാര് പാവങ്ങൾ ഒന്നും ഭേദമന്യേ എല്ലാവർക്കും എത്തിക്കുന്ന സമ്പ്രദായം നമ്മുടെ സിൽസിലകളിൽ തുടർന്നു വരുന്നത് ഈ ഷെയ്ഖുമാരുടെ, ഇത് ഖാദിരി ത്വരീഖത്തിന്റെ മാത്രം സംഭാവനയില്ല, ചിശ്തി ത്വരീഖത്ത് എടുത്താലും ഈ സംഭാവന കാണാൻ സാധിക്കും. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയായിൽ നോക്കി, ഖാജ മൊയ്‌നൂദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി, ആ ചിശ്തി ത്വരീഖത്തിലുള്ള എല്ലാ ഷെയ്ഖുമാരുടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ലങ്കർ നടത്തുന്ന പരിപാടി. ഷെയ്ഖുനാ തങ്ങളൊക്കെ ബഗ്ദാദിൽ പോയിട്ടുണ്ടെങ്കിൽ, ഷെയ്ഖ് നൂറുല്ലാഹ് ഷാനൂർ ഷെയ്ഖുനാ തങ്ങളൊക്കെ ബഗ്ദാദിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ലങ്കർ വല്ലാത്തൊരു ഭക്ഷണ വിതരണം. അവിടെ ദരിദ്ര, ഈ ഇറാഖിന്റെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയിൽ ഒരിക്കൽ ഷെയ്ഖുനാ തങ്ങൾ അവിടെ പോവുകയുണ്ട്. പക്ഷേ വ്യാപകമായിട്ടുള്ള ഒരു ഭക്ഷണ വിതരണം ഷെയ്ഖുനാ നടത്തിയെന്ന് മാത്രമല്ല, ദാനം, കാശ് ദാനം ചെയ്യുകയും ചെയ്യും. പണം ഇങ്ങനെ കൊടുക്കരുത് ആളുകൾ, അറബികൾക്ക്. കാരണം അവിടെ മൂല്യം കുറവായിരിക്കും, മൂല്യം കുറവാണ് ഇറാഖ്. അതുകൊണ്ട് ഷെയ്ഖുന ഇവിടുത്തെ പണം അവിടെ അറബി പൈസയാക്കിക്കൊണ്ട് നൽകാൻ. നമ്മുടെ സിൽസിലകളിൽ ഈ ദാനധർമ്മം വളരെ മികച്ചതായി നമ്മുടെ ഷെയ്ഖുമാരുടെ സ്വഭാവമാണ്. അത് എവിടുന്നാ പഠിച്ചത്? സ്വഹാബാക്കളിൽ നിന്ന് പഠിച്ചതാണ്. അത് എവിടുന്നാ പഠിച്ചത്? സയ്യിദുനാ നബിയുനാ ഷഫീഉനാ ഹാദീനാ റസൂലുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചത്. പറഞ്ഞു വരുന്നത്, ദുനിയാവിനെ നമ്മൾ ഒരു ഷെയ്ഖുമാരും പ്രാധാന്യം നൽകിയിട്ടില്ല. ദുനിയാവൊക്കെ അങ്ങ് അവിടെ ഉണ്ടാവും. അവിടെ ദീനിനെ ആഗ്രഹിച്ചു വരുന്നവർക്കാണ് അവിടെ സ്ഥാനം ഉണ്ടാവും. അത് ദുനിയാവിന്റെ അഖിലക്കാരാണെങ്കിലും അവർ ദീനിനെ ആഗ്രഹിച്ചു വരുന്നവരാണ് അവർക്ക് സ്ഥാനം ഉണ്ടാവുക. പക്ഷെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് മാറ്റണം എന്നാണ്. ഹൃദയത്തിൽ അവർ ഒരിക്കലും ദുനിയാവിനെ വിടാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു സംഭവമുണ്ട് ഷെയ്ഖ് റളിയല്ലാഹു തആലയുടെ അടുക്കൽ ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒരു ഹാദിബ് ഓടി വന്ന് പറഞ്ഞു,
അത് ഷെയ്ഖുന വ്യാപാരം നടത്തിയിരുന്നു. കപ്പലുകൾ വഴി സാധനങ്ങൾ എത്തിക്കുന്ന പരിപാടി, ചരക്കുകൾ കൈമാറും. ഷെയ്ഖ് അവറുകളുടെ അടുക്കൽ വന്നുകൊണ്ട് മുരീദുമാർ പറഞ്ഞു, ഒരു ഹാദിം ഓടി വന്ന് പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ, അവിടുത്തെ കപ്പല് വെള്ളപ്പൊക്കത്തിൽ പെട്ട് മുങ്ങിപ്പോയിട്ടുണ്ട്, ഞങ്ങളുടെ കപ്പൽ നശിച്ചിട്ടുണ്ട്, സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഉടനെ ഷെയ്ഖ് അവറുകൾ കണ്ണടച്ചു, ഹൃദയത്തിലേക്ക് നോക്കി, എന്നിട്ട് കണ്ണു തുറന്നു പറഞ്ഞു അൽഹംദുലില്ലാഹ്. വീണ്ടും ക്ലാസ് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഓടി വന്നു ഈ ഖാദിം, ഷെയ്ഖ് അവറുകളെ, ആ കപ്പൽ ഞങ്ങളുടേതല്ല, മറ്റൊരു കപ്പലാണ് മുങ്ങിയത്, ഞങ്ങളുടേതല്ല. അപ്പോൾ ഷെയ്ഖ് അവറുകൾ ഒരു ഭാവമാറ്റമല്ല, കണ്ണടച്ചു, കണ്ണു തുറന്നു അൽഹംദുലില്ലാഹ്. വീണ്ടും ക്ലാസ്സൊക്കെ അവസാനിച്ചപ്പോൾ മുരീദുമാർക്ക് വല്ലാത്ത ആശങ്ക, അത്ഭുതം തോന്നി. ഷെയ്ഖ് അവറുകൾ ചോദിച്ചു, ഷെയ്ഖുന നമ്മളുടെ കപ്പലല്ല മുങ്ങിയത്, മറ്റൊരാളുടെ കപ്പലാണ് മുങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന അൽഹംദുലില്ലാഹ് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നമ്മളുടെ കപ്പൽ മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ചുകൂടെ അൽഹംദുലില്ലാഹ് പറഞ്ഞത് മനസ്സിലായില്ല എന്ന്. അപ്പൊ ഷെയ്ഖുന പറഞ്ഞു, നിങ്ങൾക്ക് കപ്പൽ മുങ്ങിയതിന് ശേഷം അത് നമ്മളുടെ കപ്പലല്ല മുങ്ങിയത്, മറ്റൊരാളുടെ കപ്പലാണ് മുങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അതും മനസ്സിലായിട്ടില്ല, ഞാൻ ആദ്യം പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യം നമ്മളുടെ കപ്പൽ മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ചെന്റെ ഹൃദയത്തിലേക്കാണ് നോക്കിയത്. നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് അതിനു മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യതിചലനമോ എന്തെങ്കിലും ഒരു മാറ്റമോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സ് ആദ്യം എങ്ങനെയുണ്ടോ അത് കേൾക്കുന്നതിന് മുന്നേ എങ്ങനെയുണ്ട്, അപ്രകാരം എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഒരു മാറ്റവും ഇല്ല. കാരണം ദുനിയാവിൻ്റെ കപ്പല് എൻ്റെ കൽബിലേക്കല്ല മുങ്ങിയത്, ബഹറിൽ തന്നെയാണ് മുങ്ങിയത്. അപ്പൊ എന്നില് ആ മാറ്റം സൃഷ്ടിക്കാതിരുന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്. ശേഷം മുങ്ങിയത് നമ്മളതല്ല, മറ്റൊരാളുടെ കപ്പലാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. അതുകൊണ്ട് എനിക്ക് വല്ല സന്തോഷവും, അല്പമെങ്കിലും സന്തോഷം വന്നിട്ടുണ്ടോ, ഒരു മാറ്റം നേരത്തേതിനേക്കാൾ എന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ യാതൊരു മാറ്റമല്ല. അതുവഴി ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി കപ്പൽ കയറിയത് എൻ്റെ കൽബിലേക്കല്ല, അല്ലാഹു തആല അത് ദുനിയാവ് കാലത്താൽ എന്നിലേക്ക് ഒരു സന്തോഷവും സൃഷ്ടിക്കാതിരുന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്. ഇതാണ് ഷെയ്ഖ് അവറുകളുടെ അവസ്ഥ. അവിടെ കൽബ് ദുനിയാവുമായി ബന്ധപ്പെട്ടിരുന്നു. ഷെയ്ഖ് അവറുകൾ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന ആളായിരുന്നു. അവരെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വന്നിരുന്നു. ഏതൊരു അശ്രദ്ധനായി കഴിഞ്ഞിരുന്ന മനുഷ്യനാണെങ്കിലും ഷെയ്ഖ് അവറുകളെ ഒരു നോട്ടം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദിക്ർ വന്നു, തൗബ വന്നു, കരച്ചിൽ വന്നു, തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെയുള്ള ഷെയ്ഖ് അവരെ കാണുക തന്നെ ജനങ്ങളിൽ മാറ്റം സൃഷ്ടിച്ചു. അതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദമിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് അവറുകൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ കാടുകളിൽ പോയിക്കൊണ്ട് ദിയാദ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല, പച്ചിലകളും മറ്റും ഭക്ഷിച്ചിങ്ങനെ കഴിഞ്ഞു. ഇറാഖിലെ തന്നെ ചില പ്രദേശങ്ങളിൽ, പ്രാന്ത പ്രദേശങ്ങളിൽ ഞാൻ ചുറ്റി നടക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് എന്നെ അറിയില്ല, സാധാരണക്കാർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെയും അറിയില്ല. ആ സന്ദർഭത്തിൽ ദിജാനുൽ ഖൈബിലുള്ള ഒരു കൂട്ടം ആളുകൾ എൻ്റെ അടുക്കലേക്ക് വരികയും അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നുമുള്ള സംഘങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരികയും ഞാൻ അവർക്കൊക്കെ അള്ളാഹുവിലേക്കുള്ള മാർഗം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഭൂതവർഗങ്ങളിൽ നിന്നുള്ള ചില വികൃതികളായ കാഫിര്യങ്ങളായ ജിന്നുകൾ പല രൂപവും പ്രാപിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരികയും എന്നെ ബുദ്ധിമുട്ടിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും എന്നോട് യുദ്ധം ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹു തആല എന്നെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചു വരികയും ചെയ്യുന്നു. ഞാൻ ആ ടൈമിൽ, ആ റിയാദിലെ ടൈമിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ക്ഷമയുടെ മഖാമിലേക്ക് പോയി നോക്കി. അവിടെ എൻ്റെ കൊടി നാട്ടാൻ, ഖാദിരിയത്തിൻ്റെ കൊടി നാട്ടാൻ വേണ്ടി ഞാൻ അവിടേക്ക് പോയി നോക്കി. പക്ഷേ അവിടെ ഇഷ്ടം പോലെ ആളുകളെ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഉയർന്നു, മഖാമിൽ ചെന്ന് നോക്കി.
അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആളുകൾ അവിടെയുണ്ട്. ഞാൻ അവിടെ നിന്ന് വീണ്ടും ഉയർന്നു. അങ്ങനെ പല മഖാമുകളിലേക്കും പോയി നോക്കുമ്പോൾ അവിടെ എല്ലാം ഇഷ്ടം പോലെ ഔലിയാക്കള്, മഹാന്മാരുകള് അവിടെ ഉള്ളതായിട്ട് ഞാൻ കണ്ടു. ഞാൻ ഉയർന്ന് തൗഹീദിന്റെ ഉന്നതമായ ഔന്നിത്യത്തിലേക്ക്, ആ മഖാമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു പക്ഷിയുടെ ചിറകടി ശബ്ദം പോലും ഞാൻ കണ്ടില്ല. അവരാരുമില്ല. അവിടെ ഞാൻ എന്റെ കൊടി നാട്ടി. അനൽ ജീലിയു മുഹ്യുദ്ദീനു ഇസ്മി വഅഅലാമി അലാ ദർബിൽ ജിബാലി. ശൈഖുനാ മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഇതിനോടനുബന്ധിച്ചിട്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞ? അനൽ ജീലി, ഞാൻ ജീലിയാണ്, ഞാൻ ജീലാനിയാണ്, ഞാൻ കീലാനിയാണ്. മുഹ്യുദ്ദീൻ ഇസ്മി, എന്റെ നാമം മുഹ്യുദ്ദീൻ എന്നാണ്, ദീനിനെ ജീവിപ്പിക്കുന്നവൻ എന്നാണ്. വഅലാമി, എന്റെ കൊടിയുണ്ടല്ലോ, എന്റെ പതാകയുണ്ടല്ലോ, അലാ ദർബിൽ ജിബാലി, ആധ്യാത്മിക രംഗത്തുള്ള പർവ്വതങ്ങളുടെ ഏറ്റവും ഉച്ചിയിലാണ് എന്റെ കൊടി നാട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഔലിയാക്കൾക്കും കുത്തുബാണവർ, എല്ലാ ഔലിയാക്കൾക്കും സുൽത്താനാണവർ, എല്ലാ ഔലിയാക്കൾക്കും ഔസാണവർ. അത് ഇനി ഏത് ദസൂഖിയ ത്വരീഖത്ത് വന്നാലും, ഏത് തീജിയാനിയ ത്വരീഖത്ത് വന്നാലും, ഏത് ത്വരീഖത്തുകൾ വന്നാലും ശരി, അവർക്ക് അവരുടെ ശൈഖുമാരെ അവർ പുകഴ്ത്തിക്കൊള്ളട്ടെ, അവർ അഖീദ വെച്ചുകൊള്ളട്ടെ. പക്ഷേ നമ്മൾ പറയുന്നു, രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു, ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനീയർ ശൈഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഇത് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മുൻഗാമികളായ, അവരുടെ മുന്നേ ഉണ്ടായിരുന്ന ഹിജ്റ 4-ലും 3-ലും 2-ലും ഒക്കെ ഉണ്ടായിരുന്ന മഹാന്മാർ കൂടി പ്രഖ്യാപിച്ചതാണ്. ഇതാണ് പറയുന്നത്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഖാദിരിയത്തിൽ ഉൾപ്പെട്ടത് വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല നമുക്ക് അതിനൊക്കെ ഫൈൽ ശരിക്കും നൽകുമാറാകട്ടെ. ശൈഖുമാരുടെ നിസ്ബത്ത് കൊണ്ട് അല്ലാഹു തആല മറ്റുള്ളവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.